നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരെയും, സ്ത്രീകൾ പൊതുവെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഓരോരുത്തരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവരെല്ലാം ചെയ്യും. അതായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുഖം തെളിഞ്ഞിരിക്കാൻ വേണ്ടി, അതായത് മറ്റുള്ളവരുടെ മുഖം നമുക്ക് മുന്നിൽ കറുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തും സഹിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളാണ്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒടുവിൽ എന്ത് സംഭവിക്കുന്നു, അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ജീവിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർക്ക് നോ പറയാൻ അറിയില്ല. മറ്റുള്ളവരോട് നോ എന്ന് പറയാൻ, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ ഇല്ല കേട്ടോ എന്ന് പറയാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നു. കാരണം അത് തുടങ്ങുന്നത് ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പേരൻസ് ഒക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണ്? നല്ല പെൺകുട്ടിയായിട്ട് വളരണം കേട്ടോ, നമ്മൾ ഇങ്ങനെയൊന്നും കാണിക്കരുതേ മക്കളെ, അവർ മോശമാണെന്ന് പറയും കേട്ടോ, ഇങ്ങനെയൊന്നും കാണിക്കരുത്, നല്ല കുട്ടിയായിട്ട് വളരണം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മളെ മറ്റൊരു രീതിയിൽ മാറ്റി നിർത്തും, അപ്പം അങ്ങനെയൊന്നും വളരരുത് എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ ചില പാഠങ്ങൾ അവർ പറഞ്ഞു തന്നെ പഠിപ്പിക്കണം. പക്ഷെ അത് പഠിപ്പിക്കാതിരുന്നാൽ ഒരു പക്ഷെ അവർ സമൂഹത്തിനൊരു ബാധ്യതയായി മാറും നാളെ. ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ എല്ലാ സ്ത്രീകളും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയൊക്കെ വരുന്നവർക്കെല്ലാം ഈ വിഷയങ്ങളെ കുറിച്ച് ഒരു മുൻധാരണയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ പേരൻസ് ആ സ്ട്രഗിളിങ്ങിലൂടെ വന്നത് കണ്ട് അവരനുഭവിക്കുന്ന ഓരോരുടെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി പുതിയ തലമുറ കുറച്ചുകൂടി അവരുടെ സന്തോഷങ്ങൾക്ക് വില കൊടുത്ത് മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് മുൻഗണന കൊടുക്കാതെ അവരുടെ സന്തോഷങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവർ തന്നെയാണ് പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ തന്നെ. പക്ഷെ നമ്മുടെ തലമുറയിലേക്ക് വരുമ്പോഴും കുറച്ച് പിന്നീട് പുറകോട്ടുള്ള തലമുറയെ നോക്കുമ്പോഴേക്കും അവർക്ക് മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വില കൊടുത്ത് ജീവിച്ചവരാണ്. അവരുടെ സന്തോഷങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളും ഒരു കൂട്ടം പുരുഷന്മാരുമുണ്ട്. അവരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അവരങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നതിന്റെ പ്രധാന കാര്യം കൂടി ഉണ്ട്. നമ്മുടെ പേരൻസ് നമുക്ക് പറഞ്ഞു തരാത്ത വേറൊരു കാര്യമാണിത്. നോ പറയേണ്ടടുത്ത് നോ പറയണം. നീ നിന്റെ സന്തോഷങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണം. നിന്റെ സന്തോഷങ്ങൾ നീ കണ്ടെത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് മറ്റുള്ളവരുടെ ഒരു കാര്യം കൂടെ നമ്മൾ ചേർക്കേണ്ട കാര്യം, ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ്, നീ നിന്റെ സന്തോഷങ്ങൾ കണ്ടെത്തിക്കൊള്ളൂ. പക്ഷെ അത് ഒരിക്കലും മറ്റുള്ളവരുടെ ദുഃഖത്തിന് കാരണമാകരുത്. നീ നിന്റേതായ രീതിയിൽ സന്തോഷങ്ങൾ കണ്ടെത്തൂ, പക്ഷെ അതൊരിക്കലും മറ്റുള്ളവരുടെ ദുഃഖത്തിന് കാരണമാകരുത് എന്നുകൂടി നമ്മൾ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. ഒരിക്കലും നമ്മൾ അവർ ദുഃഖിക്കും എന്ന് കരുതി, അവർ ദുഃഖിക്കുമെന്നും കരുതി നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താതിരിക്കുകയും ചെയ്യരുത്. അതായത് മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താം. അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് നോ പറയേണ്ട ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ നോ പറയുകയും വേണം. അതിന് നമ്മുടെ തലമുറയെ പഠിപ്പിക്കുകയും വേണം. ഇന്നത്തെ തലമുറകൾക്ക് ഏറെക്കുറെ കുട്ടികൾക്കും അതിനെക്കുറിച്ച് അറിയാം. പക്ഷേ അതിന്റെ കൂടെ നമ്മൾ പറയാത്ത ഒരു കാര്യം കൂടെ അവർ ചേർക്കുന്നുണ്ട്. അവർ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ കെടുത്തിക്കൊണ്ട് അവർക്ക് സന്തോഷങ്ങൾ നൽകാതെ താൻ ചെയ്യുന്ന പ്രവൃത്തി അവരെ ദുഃഖിപ്പിക്കും, അവരെ വിഷമിപ്പിക്കും എന്ന് നമ്മുടെ കുടുംബാംഗങ്ങളെ വിഷമിപ്പിക്കും എന്ന് ചിന്തിക്കാതെ സ്വന്തം സന്തോഷങ്ങൾ അവർ കണ്ടെത്തുന്നു. അതൊരിക്കലും നല്ലതല്ല. അത് നമ്മൾ തിരുത്തി കൊടുക്കേണ്ട സമയത്ത് തിരുത്തി കൊടുക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് പ്രയത്നങ്ങൾ, ഒരുപാട് ത്യാഗങ്ങൾ നമ്മുടെ കുടുംബത്തിനും സ്നേഹത്തിനും വേണ്ടി, മറ്റുള്ളവരുടെ സ്നേഹത്തിനും ഇഷ്ടത്തിനും വേണ്ടി നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കരുത്. അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളൂടെ ചെയ്ത് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൂടെ കണ്ടെത്തുക. അങ്ങനെ നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്താതിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സന്തോഷങ്ങൾ മനസ്സിനുള്ളിൽ അടിഞ്ഞുകൂടും. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. സന്തോഷിക്കാൻ പറ്റാതിരിക്കുമ്പോൾ എന്ത് വരും? നമുക്ക് എപ്പോഴും ക്ഷീണം, തളർച്ച, മറ്റുള്ളവരോടൊരു ദേഷ്യം വരിക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് തന്നെ നമുക്ക് മടുപ്പ് അനുഭവപ്പെടുക ഒക്കെ ചെയ്യും. പക്ഷെ അതോടൊപ്പം നമ്മുടെ സന്തോഷങ്ങളൂടെ കണ്ടെത്തുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഫീലിങ്സ് നമുക്കുണ്ടാവില്ല. അത് നമ്മളെ മാത്രമല്ല, നമ്മുടെ ഫാമിലിയെ കൂടി കൂടുതൽ എനർജറ്റിക് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മളും സന്തോഷിക്കും, നമുക്കും അവർക്ക് സന്തോഷിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്താതിരിക്കുകയും നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ ഉള്ളിൽ അടിച്ചമർത്തുകയും ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നാമതായിട്ട് നമുക്ക് ഭയങ്കര മാനസികമായിട്ട് ക്ഷീണവും തളർച്ചയും വിഷമവും ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നൽ വരും. പിന്നെ മറ്റാരും നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ എന്നൊക്കെയുള്ള ചിന്തകൾ. ഈ ചിന്തകളൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ?
അങ്ങനെയാണെങ്കിൽ ആ മാറ്റം എവിടെ നിന്ന് തുടങ്ങണം? മാറ്റം എവിടെ നിന്ന് തുടങ്ങണമെന്ന് പറയട്ടെ. സ്വയം സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ സ്വയം സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറഞ്ഞു തന്നെ തുടങ്ങണം. അതോടൊപ്പം തന്നെ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കണം. നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യം വന്നാൽ അത് ചോദിക്കാൻ മടിക്കരുത്. മറ്റുള്ളവർക്ക് സമയം കൊടുക്കുന്നത് പോലെ നമ്മൾ നമ്മളെ കാര്യങ്ങൾക്കും സ്വയം സമയം കണ്ടെത്തുക. നമ്മളൊരു എന്താ പറയുന്നത്, രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുക. ഒട്ടുമിക്ക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഒരു 75% സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സെൽഫ് കെയർ ഒന്നും ചെയ്യിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ, ഒരു മോർണിംഗ് സ്കിൻ കെയർ ചെയ്യുക, അതല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് സ്കിൻ കെയറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതൊക്കെ സ്ത്രീകൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെ സ്വയം സ്നേഹിക്കുന്നവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളെയൊക്കെ ഇടയിൽ അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യാത്തവരാണ് ഏറെ കുറെ പേര്. അപ്പം നമ്മൾ നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കും, ഇതിനൊക്കെ വേണ്ടി കുറെ സമയം ചെലവഴിക്കണ്ടേ? വേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. കുറച്ച് സമയം കണ്ടെത്തിയാൽ മതി. പക്ഷെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മുടെ മനസ്സിന്റെ ക്ഷീണം, മനസ്സിന്റെ വേദന അതൊക്കെ മാറ്റും. ആ ഒരു ചെറിയ കാര്യം കൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരുപാട് സന്തോഷിപ്പിക്കാൻ കഴിയും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ചോദിക്കുക, നീ സന്തോഷവതിയല്ലേ? നിനക്ക് സുഖമല്ലേ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് നമ്മളെ സുഖങ്ങൾ നിന്റെ സന്തോഷങ്ങൾ നീ കണ്ടെത്തുന്നില്ലേ? അപ്പോൾ നിന്റെ സന്തോഷങ്ങൾ നീ കണ്ടെത്തൂ. പിന്നെ അത് നമുക്കൊരിക്കലും സാധിക്കാതെ വന്നാൽ നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ, ചെറിയൊരു സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ചു കാലം ഈ വണ്ടി ഇങ്ങനെ ഓടിപ്പോകും. അത് കഴിയുമ്പോഴേക്കും നമ്മൾ തളർന്നു വീണു പോകുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഏതെങ്കിലും ഒരു രോഗമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിലോ നമ്മൾ തളർന്നു വീണു പോകും. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ മാനസികമായിട്ട് കുറെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ വേദനകൾ ഉള്ളിൽ ഒതുക്കി വരുമ്പോൾ നമ്മൾ തളർന്നു വീഴുന്ന ഘട്ടത്തിൽ നമ്മൾ താങ്ങി നിൽക്കുന്ന ഈ കുടുംബാംഗങ്ങളെല്ലാം തളർന്ന് വീണു പോകും. അപ്പോൾ അവരെ താങ്ങാൻ നമുക്ക് പറ്റാത്തൊരു അവസ്ഥ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് പോലെ സ്വയം ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. എന്ന് വെച്ച് മറ്റുള്ളവർക്ക് ഒരിക്കലും ഞാൻ പറയുന്ന നമ്മളെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാവരുത് നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത്. മറ്റുള്ളവർ സന്തോഷിക്കുന്നതിനോടൊപ്പം നമ്മളും നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ച് വളരെ ഹെൽത്തി ആയിട്ട്, വളരെ ആരോഗ്യത്തോടെ, മാനസികമായി വളരെ സന്തോഷത്തോടെ നമ്മളും നമുക്ക് വേണ്ടി എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നന്ദി പറഞ്ഞ് ശീലിക്കുക. അങ്ങനെ മറ്റുള്ളവരെ, അപ്പോൾ അങ്ങനെ തന്നെ പറയുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുമ്പോഴും തന്നെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ സ്വയം നന്ദിയുള്ളവരായി മറ്റുള്ളവരോടുള്ള നന്ദി നമ്മൾ ഹൃദയം കൊണ്ട് പറഞ്ഞുകൊണ്ട്, ഹൃദയം കൊണ്ട് സന്തോഷിച്ചുകൊണ്ട്, നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ സാധിച്ചുകൊണ്ട് നമ്മളെ സന്തോഷങ്ങൾ നമ്മൾ നേടിയെടുക്കുക. ഒരിക്കലും ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ മറ്റൊരാളുടെ സന്തോഷം ഇല്ലാതാക്കിക്കൊണ്ട് സന്തോഷിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അവർ സന്തോഷിച്ചോട്ടെ, അതിനോടൊപ്പം ചെറിയ ചെറിയ രീതിയിൽ നമ്മളും സന്തോഷിക്കാൻ ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇങ്ങനെ ആവണമെന്നല്ല. കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും. സ്വയം സന്തോഷിക്കാൻ മറന്നുപോകുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഒരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ തന്നെ നമ്മൾ ദൈവത്തിനോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിവസം ആരംഭിച്ച് നമ്മൾ സന്തോഷങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും അതിന് കണ്ടെത്തുക. ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യുക. നമുക്ക് വേണ്ടി എത്ര സമയമില്ലെന്ന് കരുതിയാൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നമുക്കൊരു കുഞ്ഞു സന്തോഷം തരും. പറ്റില്ല, എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞു ശീലിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം, അങ്ങനെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. നമ്മുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.